പ്രിയ പ്രേക്ഷകരെ, എസ് രാജമൗലി സംവിധാനം ചെയ്ത എപ്പിക് ബാഹുബലി എന്ന് പറഞ്ഞ സിനിമ കുടുംബവും ഞാനുമായിട്ട് കണ്ടിട്ടൊരു 4 ദിവസമായി. റിലീസ് ചെയ്തതിന്റെ അന്ന് തന്നെ പോയി. സിനിമയെക്കുറിച്ച് എനിക്ക് നിങ്ങളടുത്ത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രാജമൗലി സംവിധാനം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും മികച്ച ചിത്രം. രാജമൗലി പല ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. അതിൽ തന്നെ പിന്നീട് RR വന്നു. പക്ഷെ രാജമൗലി സംവിധാനം ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും ട്രൂ ആയിട്ടുള്ള, ഏറ്റവും സ്റ്റൈലിഷ് ആയിട്ടുള്ള, ഏറ്റവും നല്ല സിനിമ തന്നെയാണ് ഒന്ന്. രണ്ടാമത്, ഇന്ത്യൻ ഇൻഡസ്ട്രി അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ വല്ലാതെ മാറ്റിമറിച്ച ചിത്രമാണ് ബാഹുബലി പാർട്ട് 1, പാർട്ട് 2. ഈ 2 ചിത്രങ്ങളും ഇന്ത്യയുടെ സിനിമാ മേഖലയെ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സിനിമാ ലോബിയെ മൊത്തം എന്ന് പറഞ്ഞ വേരോടെ പുഴുത് പുറത്തിറങ്ങിട്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൽ നിന്ന് സിനിമാ ഇൻഡസ്ട്രിയിൽ ലോകം മുഴുവനും എത്തിച്ച ഒരു ചിത്രമാണ്. ഇതിനു മുമ്പേ ഒരു ചിത്രം എത്തിച്ചിട്ടുണ്ട്, ഇല്ലെന്ന് പറയണില്ല. അമീർ ഖാന്റെ ദംഗൽ. ഇപ്പൊ ദംഗലിന്റെ എന്ന് പറയുന്ന ചിത്രത്തെ ആരും ക്രോസ് ചെയ്തിട്ടോ ഒന്നും ഇല്ല. ആ ചിത്രത്തെ കുറിച്ച് ഞാൻ ഒരു അഭിപ്രായം, വിശദമായ വീഡിയോ ഞാൻ പിന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പൊ ആ ചിത്രം അവിടെ നിൽക്കട്ടെ. അതിനുശേഷം ആ ചിത്രം അത് പോട്ടപ്പെട്ട അതിന് വേറൊരു പാറ്റേൺ ആണ്. ഒരു വല്ലാത്ത രീതിയിൽ പ്രേക്ഷകരെ ഒന്ന് ഇളക്കി മറിച്ച്, പിന്നെ അതുമായിട്ട് ദംഗൽ നോർത്ത് ഇന്ത്യൻ സിനിമയാണ്. അതിന്റെ ഒരു വിജയം അതൊക്കെ വേറെ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയെ ഇന്ത്യൻ ഇൻഡസ്ട്രിയും ക്രോസ് ചെയ്തിട്ട് വേൾഡ് ഇൻഡസ്ട്രി ആക്കി മാറ്റിയ ഒരു മിടുക്കൻ കിടിലൻ ഡയറക്ടറാണ് രാജമൗലി. രാജമൗലിയുടെ പിന്നീടുള്ള ചിത്രങ്ങളെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ തൽക്കാലം പറയുന്നില്ല. പക്ഷേ പിന്നെ രാജമൗലി സംവിധാനം ചെയ്ത ബാഹുബലി പാർട്ട് 1, ബാഹുബലി പാർട്ട് 2, ഇത് രണ്ടും കൂടെ ചേർത്ത് വന്നിട്ടുള്ള എപ്പിക് ബാഹുബലി സിനിമ. കാരണം ഞാൻ പാർട്ട് 1 ധാരാളം പ്രാവശ്യം കണ്ടു, TV-യിൽ വരുമ്പോൾ കാണും. പാർട്ട് 2 ധാരാളം പ്രാവശ്യം കണ്ടു, TV-യിൽ വരുമ്പോൾ ഇപ്പോഴും കാണും. എനിക്കിതിൽ രണ്ടിലെ ഏറ്റവും മികച്ച ഇഷ്ടപ്പെട്ട സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലൈമാക്സ് ലെവലിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ പാർട്ട് 1 ആണ്. പിന്നെ വിഷ്വലൈസിംഗിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് പാർട്ട് 2 ആണ്. ഇങ്ങനെ മികച്ചു നിൽക്കുന്ന ഒരു ഡയറക്ടറെ കീഴിൽ ഇറക്കിയ എപ്പിക് ബാഹുബലി എന്ന് പറയുന്ന സിനിമ 3 മണിക്കൂറും ഏകദേശം 50 മിനിറ്റോളമുള്ള ചിത്രം. രാത്രി 11 മണിക്കുള്ള ഷോ